അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പല സമയത്തായിട്ട് പല തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലുന്നവരാണല്ലേ. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ സുന്നത്തുകളായ ഒരുപാട് ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ട്. സുന്നത്തിനിക്ക് ഫർളിന്റെ കൂലി കിട്ടുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഞാനിവിടെ പറയാൻ പോകുന്നത് നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചാണ്. ഏകദേശം എല്ലാ ആളുകൾക്കും അറിയുന്നതായിരിക്കാം, എന്നാലും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ അറിയുന്നവരാണെങ്കിൽ തന്നെ ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, നോമ്പ് തുറക്കുന്ന ആദ്യത്തിലാണോ, തുറന്നതിന് ശേഷമാണോ, അല്ല തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണോ, ഇങ്ങനെയൊക്കെ സംശയമുള്ള ആളുകൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. അപ്പൊ ഏതാണ് ആ ദിക്റ്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോക്കി, നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു. എത്ര താഴ്മയോടുകൂടിയുള്ള, എത്ര വിനയത്തോടു കൂടിയുള്ള വാക്കുകളാണല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിനിക്ക് നമ്മളോട് ഒരു സ്നേഹം തോന്നും. കഴിയുന്ന ആളുകളൊക്കെ ആ ദിക്റ് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഈ ദിക്റ് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ചില ആളുകൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈത്തപ്പഴം കയ്യിൽ എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറഞ്ഞ് കഴിക്കുന്നത് കാണാം. അപ്പോ നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്നതിന് മുമ്പാണോ ചെല്ലേണ്ടത്, അല്ല കഴിച്ചു കഴിഞ്ഞ ശേഷമാണോ ചെല്ലേണ്ടത്, അല്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ചെല്ലേണ്ടത്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്, നമ്മൾ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലേണ്ടത്. അതായത് നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പോ നോമ്പ് മുറിക്കണമെങ്കിൽ വല്ല വസ്തുവും നമ്മുടെ അകത്തേക്ക് എത്തിയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കഴിക്കുന്ന ഒരു ഈത്തപ്പഴമാണെങ്കിൽ ആ ഈത്തപ്പഴം അത് കഴിച്ചതിന് ശേഷം നമ്മൾ പറയുക, അതാണ് ഏറ്റവും നല്ല സമയം. ഇനി മുമ്പ് പറഞ്ഞാലും അതിന്റെ ഒരു അസ്ല് സുന്നത്ത് കിട്ടും. അതായത് നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചു എന്നൊക്കെ അർത്ഥം വെച്ചിട്ട് ഒരു അസ്ല് സുന്നത്ത് നമുക്ക് കിട്ടും. എന്നാൽ അതിന്റെ യഥാർത്ഥ സമയം ഒരു കാരക്കയെങ്കിലും, ഒരു ഈത്തപ്പഴമെങ്കിലും കഴിച്ചതിന് ശേഷമായിരിക്കണം. ഇനി ഈത്തപ്പഴമല്ല, വെള്ളം കൊണ്ടാണ് നമ്മൾ നോമ്പ് മുറിക്കുന്നത് എങ്കിൽ ഈത്തപ്പഴം കൊണ്ട് മുറിക്കലാണ് സുന്നത്ത്. ഇനി ഉദാഹരണത്തിന് ഞാനൊന്ന് ടൗണിലേക്ക് പോയതാണ്, നോമ്പ് തുറക്കുമ്പോ എത്താം എന്ന് വിചാരിച്ചു, പക്ഷെ ബ്ലോക്ക് കാരണം എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോ വണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, ബാങ്ക് കൊടുക്കേണ്ട സമയമായി, ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ ആ ഒരു ഇറുക്ക് വെള്ളം കുടിച്ചതിന് ശേഷം ഈ ദിക്റ് പറയാം. അതാണ് അതിന്റെ സമയം. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.